എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടൊരു നാടൻ പലഹാരമാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് രാവിലെ വൈകിട്ടൊക്കെ ചായക്കപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണ നൈസ് പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടി വേണം ഇട്ട് എടുക്കാനായിട്ട്. പിന്നെ വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. വെള്ളം നല്ലോണം വെട്ടി തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് മാവ് കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കില്ല, അതേപോലെ തന്നെ വേണം കേട്ടോ ഇതും റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കണത്. ഇപ്പോൾ മാവ് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. മാവിൻ്റെ ആ ഒരു നല്ലൊരു ചൂടൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് വേണം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അതിനുശേഷം പിന്നെ നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൂടെ എടുക്കണം. മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നാലും കൈ കൊണ്ടൊന്നും കൂടെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളാതിരിക്കാനായിട്ട് കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം വേണം ഇത് കുഴയ്ക്കാനായിട്ട്. അതിനുശേഷം പിന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നല്ല ഷേപ്പോട് കൂടിയിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം പിന്നെ ഇത് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പലഹാരം കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമില്ല, വളരെ എളുപ്പമാണ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അതും ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞി പത്തിരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ കട്ടായിട്ടൊക്കെ കിടക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടർത്തിട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഒരു 4-5 ചുമന്നുള്ളി അല്ലി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ടൊരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിൽ പിന്നെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ അരക്കണ പോലെ ഇതൊന്ന് അരച്ചെടുത്താലും മതി. ചെറിയ തരിയായിട്ട് വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അതേ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞി പത്തിരി ഇതേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റാം കേട്ടോ. അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് മാറി വന്ന് കഴിഞ്ഞാൽ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു ചമ്മന്തി ഒന്ന് ചൂടാക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞി പത്തിരി ഉണ്ടല്ലോ അത് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ചമ്മന്തിയോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.